അഭിവന്യ പിതാവിനെയും മറ്റെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സമയം ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സംസാരിക്കുന്നു. അഭിവന്യ പിതാവേ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മുടെ ദേവാലയം വലുതാണെങ്കിലും ഇന്നേ ദിവസം എല്ലാവരെയും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് മുറ്റത്ത് നിങ്ങൾക്കായിട്ടിരിക്കുന്ന കസേരയിൽ സൗകര്യപൂർവ്വം ഇരിക്കുക. അവിടെ TV സ്ക്രീൻ വെച്ചിട്ടുണ്ട്, TV വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കതിലൂടെ ബന്ധപ്പെട്ട് ഈ തിരുക്കർമ്മത്തിൽ സംബന്ധിക്കാം. ഒരിക്കലും ദൈവാലയത്തിൽ തിരക്ക് കൂട്ടേണ്ട ആവശ്യമില്ല. സൗകര്യപൂർവ്വം മുറ്റത്തേക്ക് ഇറങ്ങി നിങ്ങൾക്കിട്ടിരിക്കുന്ന കസേരകളിൽ ഇരുന്ന് നിങ്ങൾ ഈ തിരുക്കർമ്മങ്ങൾ ഭംഗിയായി പങ്കെടുക്കണം. ഞാൻ എൻ്റെ കടമയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെയൊക്കെ വലിയൊരാഗ്രഹമായിരുന്നു സൗകര്യപ്രദമായ ഒരു ദേവാലയമുണ്ടാകണമെന്ന്. 3 വർഷത്തിന് മുമ്പ് നമ്മൾ ഏറ്റെടുത്ത ആ ദൗത്യമാണ് ഇന്ന് പൂർത്തീകരിക്കപ്പെട്ടത്. തീർച്ചയായിട്ടും എല്ലാവരോടുമൊപ്പം ഞാനും അഭിമാനിക്കുകയാണ്, സന്തോഷിക്കുകയാണ്. ഈ ദേവാലയം കണ്ടിട്ടുള്ള എല്ലാവരും തന്നെ വളരെയേറെ അഭിനന്ദനങ്ങളും ആശംസകളും എന്നെ അറിയിച്ചു, നിങ്ങളെയും അറിയിക്കുന്നുണ്ട്. സൗകര്യപ്രദമായൊരു ദേവാലയം നമുക്ക് സാധിക്കുന്ന വിധത്തിൽ ഭംഗിയായി പണിതുയർത്തുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ അവസരത്തിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരെയും നമ്മൾ നന്ദിയോടെ ഓർക്കുന്നു. ഈ തിരുക്കർമ്മത്തിൻ്റെ ആരംഭത്തിൽ 138 വർഷങ്ങളായി ഒരു ഇടവക സമൂഹം വളർന്നു വന്നതിൻ്റെ ആ ഓർമ്മയാണ് നമ്മൾ പുതുക്കിയത്. ഈ ഇടവക ദേവാലയം ഇവിടെ നിർമ്മിക്കുന്നതിന് സ്ഥലം നൽകിയ മംഗലി കുടുംബമുണ്ട്. അതുപോലെ തന്നെ 40ഓളം വൈദികരുടെ നേതൃത്വത്തിൽ ആ കാലയളവിലെല്ലാം ഇവിടെ അധ്വാനിച്ചിട്ടുള്ള ഒട്ടേറെ പേരുണ്ട്. ഈ കോമ്പൗണ്ടിൽ നിൽക്കുന്ന ഓരോ മരവും അതുപോലെ തന്നെ ഈ കോമ്പൗണ്ടിലുള്ള എല്ലാം തന്നെയും വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇവിടെയുണ്ടായിരുന്ന ആ വിശ്വാസ സമൂഹം ക്രിയാത്മകമായി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. ഈ അവസരത്തിൽ സൗകര്യപ്രദമായി നാം നിർമ്മിച്ച ഈ ദേവാലയം ഇന്ന് കൂദാശ ചെയ്യപ്പെടുമ്പോൾ ആ കൂദാശ കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ സഭയുടെ ശ്രേഷ്ഠ മെത്രാപ്പോലീത്ത അഭിവന്യ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവാണ്. തീർച്ചയായിട്ടും പിതാവ് നമ്മുടെ ഇടവകയോട് വളരെയേറെ വാത്സല്യവും താല്പര്യവും ഈ ചുരുങ്ങിയ കാലയളവിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പണി നടന്നുകൊണ്ടിരുന്ന സന്ദർഭങ്ങളിൽ 2-3 പ്രാവശ്യമെങ്കിലും പിതാവ് വന്ന് ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും പിതാവ് നമ്മുടെ സഭയ്ക്ക് ഒരു വലിയ വാഗ്ദാനമായിരിക്കും. ശ്രേഷ്ഠ മെത്രാപ്പോലീത്തായെ തിരഞ്ഞെടുക്കുന്ന ആ സാഹചര്യത്തിൽ ആരായിരിക്കും അതിന് ഏറ്റവും വലിയ യോഗ്യൻ എന്ന് പലരും ചോദിച്ച സന്ദർഭങ്ങളിലും എല്ലാവർക്കും പിതാവിനെ അറിയാവുന്ന എല്ലാവർക്കും തന്നെ ഒരേ ഒരു ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ, അത് അഭിവന്യ ജോർജ് പിതാവായിരിക്കുമെന്ന്. തീർച്ചയായിട്ടും വളരെയേറെ ആധ്യാത്മിക ചൈതന്യവും അതുപോലെ തന്നെ സഭയെ നയിക്കുവാൻ തക്ക കഴിവുമുള്ള അഭിവന്യ ജോർജ് ആലഞ്ചേരി പിതാവ് നമ്മുടെ അതിരൂപതയുടെയും അധ്യക്ഷനാണ്. പിതാവ് ഇന്ന് ഇവിടെ വന്ന് ഈ മംഗളകർമ്മം നിർവഹിക്കുവാൻ താല്പര്യം കാണിച്ചതിന് നന്ദി അറിയിച്ചുകൊണ്ട് പിതാവിനെ ഞാൻ സ്നേഹപൂർവം ഈ കൂദാശകർമ്മം നടത്തുന്നതിന് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികത്വം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട വികാരി ജനറൽ
നമ്മുടെ തന്നെ മുൻ വികാരിയാണ്. ഫാദർ ജോസ് പുത്തൻ വീട്ടിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇടവാംഗമായ ഫാദർ ആന്റണി പുന്നശ്ശേരി, ഫൊറോന വികാരി ഫാദർ ജോസഫ് കല്ലറയ്ക്കൽ, നമ്മുടെ തന്നെ ഇടവാംഗമായ ഫാദർ ഷനു മൂഞ്ഞേലി, ഇവരെ എല്ലാവരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ തിരുക്കർമ്മത്തിൽ സംബന്ധിക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, അതുപോലെ നല്ലവരായ എല്ലാ സഹോദരങ്ങളെയും ഈ മംഗളകർമ്മത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ ഇടവക ദേവാലയത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിച്ചിട്ട് എൻ്റെ ഈ ദൗത്യം പൂർത്തീകരിച്ചു കൊള്ളാം. ഈ ഇടവക ദേവാലയം സൗകര്യപ്രദമായ ഒരു ദേവാലയമാക്കി തീർക്കുവാൻ അങ്ങേയറ്റം ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടുള്ള ഒട്ടേറെ പേരുണ്ട്. ഒന്ന് രണ്ട് പേരെങ്കിലും എന്നോട് വളരെ ദുഃഖത്തോടുകൂടെ മരണക്കിടക്കയിൽ വെച്ച് പറഞ്ഞു, അച്ചോ, എനിക്ക് ഇതിൽ സംബന്ധിക്കാൻ സാധിക്കില്ലല്ലോ എന്ന്. അതുപോലെ തന്നെ കോളാട്ടൂടി ജോസേട്ടൻ വളരെയേറെ പ്രോത്സാഹനം എനിക്ക് തന്നിട്ടുണ്ട്. തീർച്ചയായും അദ്ദേഹവും ഇന്ന് സ്വർഗത്തിലിരുന്ന് നമ്മുടെയോടൊപ്പം പ്രാർത്ഥിക്കുന്നുണ്ടാകും, സന്തോഷിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്തൊക്കെ മരണപ്പെട്ട ആ പള്ളിപ്പാടൻ ജോസാറ്, മംഗലി രാജൻ ചേട്ടൻ, അങ്ങനെ തുടങ്ങിയ ഒത്തിരി പേരുണ്ട്. ഇവരൊക്കെ ഒട്ടേറെ പ്രോത്സാഹനങ്ങൾ എനിക്ക് തന്നിട്ടുള്ളവരാണ്. ഈ പണിയുടെ ഘട്ടത്തിലൊക്കെ അവരൊക്കെ ആവുന്ന വിധത്തിലൊക്കെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. അവരെയൊക്കെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ രൂപകൽപ്പന ചെയ്ത ശ്രീ സന്തോഷ് ജോൺ, ഇതിന്റെ കോൺട്രാക്ടറായി പ്രവർത്തിച്ച ശ്രീ മാർട്ടിൻ, അതുപോലെ മറ്റു പണികള് നേതൃത്വം ഏറ്റെടുത്ത വ്യക്തികള്, ഇവരെല്ലാം നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.